എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോയിൽ ഇടുന്നത്. നമ്മളൊക്കെ വണ്ടി മേടിക്കുമ്പം ചാർജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ജോലിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ആ പ്രശ്നം എന്തെല്ലാം പ്രശ്നമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ ഇപ്പം ഞാൻ വണ്ടി മേടിച്ചിട്ട് ഒരു 3 ഫെബ്രുവരി മേടിച്ച വണ്ടിയാണ്. ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന ആ ഡേറ്റ് വെച്ച് ഫെബ്രുവരി മേടിച്ച വണ്ടിയാണ്. 3000 കിലോമീറ്ററിൻ്റെ അടുത്ത് വണ്ടി ഓടിയിപ്പം. ഞാൻ ഈ ഉത്സവത്തിൻ്റെ സമയത്താണെങ്കിലും വോൾട്ടേജ് ഇല്ലായിരുന്നു, വണ്ടി ഓടിയില്ല. അന്ന് ഞാൻ പോസ്റ്റേ കൊണ്ട് കുത്തി ചാർജാക്കി അങ്ങനെ ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വോട്ടിങ്ങിൻ്റെ ഡേ വന്നു. ഡേ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഒരു 3-4 ദിവസമായി വണ്ടി ചാർജ് ചെയ്തിട്ട് ഞാൻ ജോലിക്ക് പോകാനൊക്കെ. എൻ്റെ ഈ വണ്ടിയല്ല ഞാൻ ജോലിക്ക് പോയത്. അപ്പം നമ്മൾ വണ്ടി മേടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതെന്നു പറഞ്ഞാൽ നമ്മുടെ വീടിനല്ല, എനിക്ക് തോന്നുന്ന കേരളത്തിലപ്പാടെ ചാർജിങ്ങിൻ്റെ ഇഷ്യൂ ഉണ്ട്. അതിപ്പോൾ എവിടെ ആണെങ്കിലും. അത് ഞാൻ പറഞ്ഞു വരുന്നത് എന്നാന്ന് പറഞ്ഞാൽ ഈ 3-4 ദിവസങ്ങളായിട്ട് ഞാൻ വണ്ടി ഇന്നാണ് ചാർജ് ചെയ്ത്, ഞായറാഴ്ച. അപ്പം ഇന്നിപ്പോൾ ഫുൾ ചാർജായി വണ്ടി. ഞാൻ ഇപ്പം 2-3 ദിവസം മുമ്പ് ഈ വണ്ടി ഞാൻ കൊണ്ടുപോയി കൊട്ടാരക്കര, ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, പോസ്റ്റേ കൊണ്ട് കുത്തി ചാർജ് ആകുന്നില്ല. വീട്ടിൽ കുറേ തവണ കുത്തി നോക്കി, രക്ഷയില്ല, ചാർജ് ആകുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെ പോസ്റ്റയിലും കുത്തിയിട്ട് ചാർജ് ആകുന്നില്ല, വീട്ടിലും കുത്തിയിട്ട് ചാർജ് ആകുന്നില്ല. അങ്ങനെ വേറെ ഒരു ഇഷ്യൂ വന്നു. വീട്ടിലെ വോൾട്ടേജിൻ്റെ അപ്പുറം എല്ലാം വീട്ടിൽ ഞങ്ങളുടെ അപ്പുറം എല്ലാം വോൾട്ടേജിൻ്റെ ഇഷ്യൂസ് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ KSEB വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്തു. അപ്പം അവർ പറഞ്ഞു വോൾട്ടേജ് ഇല്ല, വോൾട്ടേജിൻ്റെ പ്രശ്നമാണ്. അപ്പം ഒരു കാര്യം മനസ്സിലാക്കുക. അങ്ങനെ പിന്നെ KSEB വിളിച്ചപ്പോൾ അവർ പറഞ്ഞു 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ ശരിയായിക്കോളും എന്ന് പറഞ്ഞു. എന്താ വിഷയം നമുക്കറിയത്തില്ല. അങ്ങനെ ഇന്ന് ഒരു 4ാമത്തെ ദിവസം ഇന്ന് രാവിലെ ഒരു 10 മണി ഏകദേശം ഒരു 8 മണി കഴിഞ്ഞപ്പോഴത്തേനും വോൾട്ടേജ് വന്നു. ചുമ്മാ ഞാൻ കുത്തി നോക്കിയപ്പോൾ രാവിലെ ആയപ്പോൾ ആയില്ല, ഇത് ഓണായി. എന്നിട്ട് ഇവിടെ ഒരു കോഷൻ സിമ്പിൾ കാണിച്ചു, ഓഫായി പോയി വണ്ടി. അത് പോസ്റ്റേ കുത്തിയപ്പോഴും എനിക്ക് ഇതുപോലെ തന്നെ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും വലിയ പോസ്റ്റേ കുത്തിയിട്ട് എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നെന്നുള്ളത്. അപ്പം ഞാൻ ഓർത്ത് വണ്ടി പോയതായിരിക്കുന്നു, എന്തെങ്കിലും മറ്റേ ബാറ്ററിയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കുന്നു. പക്ഷേ ഞാൻ നാളെ പോകാൻ വേണ്ടി ഇരുന്നത് തിങ്കളാഴ്ച ഷോറൂമിൽ. പക്ഷേ ഇന്ന് രാവിലെ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയപ്പോൾ ആയി. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റയിലും, അതായത് ചാർജ് മോഡ് ആപ്ലിക്കേഷൻ, ഇലക്ട്രിക് പോസ്റ്റയിലും സിംഗിൾ ഫേസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വണ്ടിയുടെ കാര്യത്തിലും നമ്മുടെ വീട്ടിലെ വോൾട്ടേജും 220 വോൾട്ട് ഒക്കെയാണ്. മീറ്റർ പോയി നോക്ക്, ഞാൻ കാണിച്ചില്ല എങ്ങനെ മീറ്റർ നോക്കുന്നതെന്നുള്ളത്. നമ്മളിപ്പോൾ മീറ്ററെ പുറകെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടല്ലോ, ഇലക്ട്രിക് മീറ്റർ ആണെങ്കിൽ ഇത് ഞാൻ മാറ്റി ഞെക്കി നോക്കിയാൽ മതി. അപ്പോൾ ഇത് മാറുന്ന കാണാം, കണ്ടോ? ഇങ്ങനെ മാറ്റുമ്പോൾ ഇങ്ങനെ ഓരോന്ന് വരും. അപ്പോൾ എനിക്ക് തോന്നുന്ന ആംബിയർ, ഈ യൂണിറ്റ് അല്ല ശരിക്കും 250 വോൾട്ട് നോക്കിയിട്ട് കാര്യമില്ല, എത്ര ആംബിയർ ഉണ്ടെന്നുള്ളതാണ്. അപ്പം പോസ്റ്റേ കുത്തി നോക്കി ഇപ്പം 0.97 ആംബിയറാണ് കാണിച്ചത്. അപ്പം അത്രയും കാണിച്ചാൽ പോരല്ലോ. അപ്പോൾ ഏകദേശം എനിവേ 3 ആംബിയറിൻ്റെ വണ്ടിയത്. 3 ആംബിയറിൻ്റെ വണ്ടി ചാർജ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നത് ആംബിയർ കറക്റ്റാണ്. അപ്പോൾ ഇലക്ട്രിക് പോസ്റ്റിൽ സിംഗിൾ ഫേസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്, അവരിട്ടേക്കുന്ന 3 ഫേസിൻ്റെ അല്ല. അപ്പം എന്തായാലും നിങ്ങൾ വണ്ടി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. വോൾട്ടേജ് കേരളത്തിലപ്പാടെ പ്രോബ്ലം ആണെന്നാണ് തോന്നുന്നത്. ഏറ്റവും ബെറ്റർ സോളാർ തന്നെ ആയിരിക്കാം, എനിക്കറിയില്ല, ഞാൻ വെച്ചിട്ടില്ല സോളാർ. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഒന്നുകൂടെ പറയാം, ഇലക്ട്രിക് പോസ്റ്റേ ചാർജ് ചെയ്താലും വീട്ടിൽ ചാർജ് ചെയ്താലും വോൾട്ടേജ് കയറുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കോഷൻ സിമ്പിൾ കാണിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസം വെയിറ്റ് ചെയ്യുക. വണ്ടി നമ്മൾ ഓൺ റോഡ് അസിസ്റ്റൻസ് വിളിക്കാണ്ട് വണ്ടി വെയിറ്റ് ചെയ്യുക. 3 ഫേസിൻ്റെ ഏതെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ കൊണ്ട് കുത്തി നോക്കുക. എന്നിട്ട് ഒരു 2 ദിവസം വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ ഷോറൂമിൽ കൊണ്ടുപോകാവുള്ളൂ. എനിക്കിങ്ങനെ 2, 3, 4 തവണ എൻ്റെ വീഡിയോസൊക്കെ നോക്കി അറിയാം, പ്രശ്നമായി കേട്ടോ. അപ്പം എന്തായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. എൻ്റെ ഓരോ ദിവസം എക്സ്പീരിയൻസാണ്. ഞാൻ കൊട്ടാരക്കര 10 അടി അവിടുന്നൊരിടത്താണ് എൻ്റെ വീട്. അപ്പോൾ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ വിളിക്കാം. അപ്പോൾ ശരി, എല്ലാവർക്കും ബൈ.